വക്കീല് സാമൂഹ്യ സംരംഭകയായി. വരണ്ടുണങ്ങിയ 20 ഏക്കർ കൃഷിഭൂമിയായി. ഏറെ ആഗ്രഹിച്ചു നേടിയ ചില ജോലി പെട്ടെന്നൊരു നിമിഷത്തെ തോന്നല് കൊണ്ട് ഉപേക്ഷിച്ചവരെ പറ്റി കേട്ടിട്ടുണ്ടോ? അത്തരത്തിൽ ഒരു വ്യക്തിയാണ് നോയിഡ സ്വദേശിനിയായ അപർണ രാജഗോപാൽ. വക്കീലായിരുന്ന അപർണ ഇന്ന് ഉത്തർപ്രദേശിലെ അറിയപ്പെടുന്ന ബീജോം ഓർഗാനിക് ഫാം ആൻഡ് ആനിമൽ ഹസ്ബൻഡറിയുടെ ഉടമയാണ്. വെറും 4 വർഷം കൊണ്ടാണ് വരണ്ടുണങ്ങിയ 20 ഏക്കർ ഭൂമിയിൽ അപർണ പച്ചപ്പിന്റെ സ്വർഗം തീർത്തത്. ഒരു വക്കീലായിരുന്ന അപർണ മുൻകൂട്ടി നിശ്ചയിച്ചതല്ല കൃഷിയിലേക്കും സാമൂഹ്യ സംരംഭകത്വത്തിലേക്കും എത്തുന്നത്. സാഹചര്യം വന്നപ്പോൾ കൃഷിയിലും ഒരു കൈ നോക്കാമെന്ന് തീരുമാനിച്ചത് നിമിഷങ്ങൾ കൊണ്ടാണ്. വക്കീലായി പ്രാക്ടീസ് ചെയ്യുന്നതിനൊപ്പം തന്നെ അപർണ മൃഗസംരക്ഷണ സംഘടനകളിലും അംഗമായി പ്രവർത്തിച്ചിരുന്നു. അങ്ങനെയിരിക്കെ ശരീരമാംസകലം മുറിവേറ്റ ഒരു കുതിരയെ അപർണ രക്ഷിക്കാനിടയായി. ചികിത്സയ്ക്ക് ശേഷം സുഖം പ്രാപിച്ച കുതിരയെ അപർണയും ഭർത്താവും ദത്തെടുക്കാൻ തീരുമാനിച്ചു. എന്നാൽ നഗരത്തിലെ അപർണയുടെ വീട്ടിൽ കുതിരയെ വളർത്തുന്നതിനുള്ള സൗകര്യങ്ങൾ ഉണ്ടായിരുന്നില്ല. കുതിരയ്ക്ക് സ്വാതന്ത്ര്യത്തോടെ ഓടി നടക്കുവാനും ഭക്ഷണം കഴിക്കുവാനും ഒക്കെയുള്ള അവസരം ലഭിക്കണമെങ്കിൽ ഗ്രാമത്തിൽ എവിടെയെങ്കിലും കുറച്ച് സ്ഥലം പാട്ടത്തിനെടുക്കണം എന്ന് അപർണ മനസ്സിലാക്കി. ഇത് പ്രകാരമാണ് അടുത്ത ഗ്രാമത്തിലെ കുറച്ച് ഭൂമി അപർണയും ഭർത്താവും പോയി കാണുന്നത്. അതൊരു കർഷക ഗ്രാമമായിരുന്നു. ജനസംഖ്യയിൽ നല്ലൊരു ഭാഗം കർഷകർ. എന്നിട്ടും ജലത്തിന്റെ ലഭ്യത കുറവ് മൂലം ആ സ്ഥലം കൃഷി ചെയ്യപ്പെടാതെ കിടക്കുന്നു. വെള്ളം ലഭിക്കുന്നതിനുള്ള സ്രോതസ് അടുത്തതായി തന്നെയുണ്ട്. കൃഷിയെ മുൻനിർത്തി അത് വേണ്ട വിധത്തിൽ ഉപയോഗിക്കാത്തതാണ് പ്രശ്നം. ഭക്ഷ്യസുരക്ഷ ചോദ്യചിഹ്നമാകുന്ന ഈ നാട്ടിൽ എന്തുകൊണ്ട് തനിക്കിവിടെ കൃഷി ചെയ്തുകൂടാ എന്ന ചിന്ത അപർണയുടെ മനസ്സിലേക്ക് വന്നത് വളരെ പെട്ടെന്നായിരുന്നു. പിന്നീട് രണ്ടാമതൊന്നും ആലോചിക്കാൻ നിന്നില്ല. ഓർഗാനിക് ഫാമിംഗ് രീതി മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് ആ സ്ഥലം പാട്ടത്തിനെടുത്തു. അപർണയുടെ ഭർത്താവും കുടുംബവും പുതിയ തീരുമാനത്തിന് പൂർണ്ണ പിന്തുണ നൽകി. 2014 അപർണ ഫാം നിർമ്മിച്ചു തുടങ്ങുന്നത്. 20 ഏക്കർ സ്ഥലമാണ് തന്റെ ഫാം ഹൗസ് നിർമ്മാണത്തിനായി തിരഞ്ഞെടുക്കുന്നത്. ഇതിൽ 5 ഏക്കർ സ്ഥലം സ്വന്തമായി വാങ്ങി. ശേഷിക്കുന്ന 15 ഏക്കറാണ് പാട്ടത്തിനെടുത്തത്. തന്റെ കൃഷിയിടത്തിൽ രാസവള പ്രയോഗം ഉണ്ടായിരിക്കില്ല എന്നും പൂർണ്ണമായും കീടനാശിനി മുക്തമായ വിളകൾ മാത്രമേ ഉൽപ്പാദിപ്പിക്കൂ എന്നും തുടക്കം മുതൽ തീരുമാനിച്ചിരുന്നു. ബീജോം ഓർഗാനിക് ഫാം ആൻഡ് ആനിമൽ ഹസ്ബൻഡറി എന്നാണ് അപർണ തന്റെ സ്വന്തം പദ്ധതിക്ക് പേര് നൽകിയത്. ഇത്തരം ഒരു പേര് നൽകിയതിന് പിന്നിലെ അപർണയ്ക്ക് മൃഗങ്ങളോടുള്ള സ്നേഹവും പ്രകടമാകുന്നു. ഫാമിൽ വിളകൾക്കൊപ്പം മൃഗങ്ങളുമുണ്ട്. എന്നാൽ പശുക്കളിൽ നിന്നും പാലെടുക്കാറില്ല. രാജ്യത്തെ ഏറ്റവും മികച്ച ഫാം സ്കൂളുകളിൽ ഒന്നായി അഗ്രികൾച്ചറൽ ടൂറിസത്തെയും കൃഷിയെയും ഒരേപോലെ പ്രോത്സാഹിപ്പിക്കുന്ന ഈ സ്ഥാപനത്തിലൂടെ വിഷരഹിതമായ ഭക്ഷണം ജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന വലിയ ലക്ഷ്യമാണ് അപർണയ്ക്കുള്ളത്. 100 കണക്കിന് കർഷകരുടെ ഉപജീവന മാർഗമായ ബീജോം ഓർഗാനിക് ഭക്ഷ്യവസ്തുക്കളുടെ വിപണന രംഗത്തും സജീവമാണ്. കർഷകരുടെ മക്കൾക്കായി വിദ്യാലയവും വനിതകൾക്കായി സ്വയം തൊഴിൽ പരിശീലന പരിപാടികളും നടത്തി ഈ രംഗത്ത് തനത് മാതൃക സൃഷ്ടിക്കുകയാണ് ബീജോം.